മുമ്പ് അവിടെ ജോലി ചെയ്തവരോ അത് അന്ന് അനുഭവിച്ച കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പൊ ആ 5 വർഷം കഴിയേണ്ടി വന്ന അയാൾക്ക് എന്താക്കാണ് ഇത് പുറത്തു വിടാൻ. അതുവരെ മുതുകാടിനെ അയാൾക്ക് പേടിയായിരുന്നു. ഇപ്പൊ പേടി പോയിട്ട് എന്താണെന്നറിയില്ല, ഇപ്പൊ വല്ലാതെ അങ്ങോട്ട് പേടി പോയിട്ട് ഇപ്പൊ എല്ലാം കൂടി അങ്ങോട്ട് പുറത്ത് പറയാം. 5 വർഷം കഴിഞ്ഞിട്ടേ, അത് ചുരുങ്ങിയ കാലങ്ങളൊന്നല്ല. അപ്പോ മുതുകാടിനെ വലിയ കുറ്റം പറയുന്ന മാതിരി തന്നെ ഷിഹാബിനെ നമുക്ക് പുണ്യാളനാക്കി എടുക്കാനോ അല്ലെങ്കിൽ അയാൾ അത്രയും വലിയ ധീരനോ സത്യസന്ധനോ ആക്കി എടുക്കാനൊന്നും നമുക്ക് പറ്റൂല. എല്ലാവരും കണക്കിനെയാണ്. മുതുകാട് നമുക്ക് ഒരേ ഓണം തന്നെയാണ്, ഷിഹാബ് അങ്ങനെ പറയുന്ന ആൾക്കാരൊക്കെ ഒരേ ഓണം തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അംഗവൈകല്യമുള്ള ആൾക്കാരെ ഇതേമാതിരി നോക്കാൻ ഈ സുനിത ദേവദാസിനോ അതേ സീക്രട്ട് ഏജൻസിക്കോ അല്ലെ ഹൈജാക്ക് ഈ അനിൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞ ആൾക്കാർക്കോ കഴിയോ? ഇവന്മാർക്ക് കഴിയോ ഈ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ? ഇതേമാതിരി ഇത്രയും കുട്ടികളെ നല്ല രീതിയിൽ നോക്കാൻ? നമ്മളിത് മറ്റു ചാനലിലും കാണുന്നുണ്ട്, മറുനാടൻ മലയാളികൾ. അതേമാതിരി തന്നെ യൂട്യൂബിലെ തന്നെ പ്രമുഖ ഒരു ചാനലാണത്. ഈ എന്തിനാണ് ഇവരൊക്കെ മറ്റുള്ളവരെ ഇങ്ങനെ തരം താഴ്ത്തിയിട്ട് വരുമാനം ഉണ്ടാക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ യൂട്യൂബേഴ്സ് ഒക്കെ ഈ അനിൽ മുഹമ്മദ് അങ്ങനത്തെ ആൾക്കാർ ജംഗ്ഷൻ ഹൈജാക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിക്കോട്ടെ, അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ വീഴ്പ്പലക്കിയിട്ട് അവരെ കഫം തിന്നേണ്ട ആവശ്യം എന്താണ്? അതാണ് നമ്മളെ ചോദ്യം. അതെന്താണെന്നുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ പറയുന്നത്, ഇവന്മാരൊക്കെ വലിയ പുണ്യാളന്മാരാണ്. യൂട്യൂബിൽ വീഡിയോസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടുന്നത് വെറുതെ ആണല്ലോ. ഇവന്മാർക്കൊന്നും കിട്ടാൻ മോഹൻലായിട്ട് ഈ ചാനലിൻ്റെ ഒക്കെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഇവന്മാർ ഇങ്ങനത്തെ ഓരോരോ എന്താ പറഞ്ഞാൽ ജനങ്ങളിലെ ഏറ്റവും സ്വാധീനിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഇവരെ പരിപാടി. അത് കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, പക്ഷെ നല്ലത് പറയുന്നത് കാണാൻ കുറച്ച് ആൾക്കാരെ ഉണ്ടാവും. എങ്കിലും ഇതേപോലെ മുതുകാടിന് എത്രത്തോളം ഇവർ ഇങ്ങനെ തരം താഴ്ത്തുന്നത് എന്തിനാണ്? അന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു സ്ഥാപനം, അത് എത്ര കുട്ടികളുണ്ട് അവിടെ. ഇവർ പറയുന്ന പോലെ ഒരുപാട് അമ്മമാർ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 1-2 അമ്മമാർ. ഇപ്പോൾ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യ രാജ്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 40 ആൾക്കാർ ഒരു ചെറിയൊരു കണക്ക് പറയാം. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്നിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയാണോ കൂടുതൽ വോട്ട് ചെയ്യുന്നത് ആ ആൾക്കാരാണ് ജയിക്കുക. അതല്ല 2 വോട്ട് അവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവർ ജയിക്കൂലല്ലോ, അവർ തോൽവിയിലേക്ക് തന്നെയാണല്ലോ പോവുക. അന്നേരം ഇത്രയും അവിടെ ആൾക്കാരുണ്ടാവും നേരം അതിൽ നിന്ന് ഉയർന്നു വരുന്ന 1-2 അപശബ്ദങ്ങളെ വെച്ചിട്ടാണോ ഇവന്മാർ ഈ ഒരു അളവുകോലായി കണക്കാക്കുന്നത്? അത് നമുക്ക് ഒരിക്കലും ഇതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ അവർ ഇതിനെ നിയമപരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണണം. അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു മാധ്യമത്തിൽ വന്നിട്ട് വെറുതെ ഒരാളെ ഇങ്ങനെ ദിവസവും എന്ന് പറഞ്ഞിട്ട് തെളിവ് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്ത് തെളിവാണുള്ളത്? ഇതായി വരുന്നത് അരിന്റെ റേഷന്റെ ഒരു കാര്യമാണ്. അത് നമുക്കൊന്ന് കാണട്ടോ. ഹൈജാക്ക് പറഞ്ഞതും പിന്നെ അതേപോലെ തന്നെ മറുനാടനിലെ അതിന്റെ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഉയർന്നു വരുമ്പോൾ റേഷനരിയുടെ കാര്യവും ഞാൻ സൂചിപ്പിച്ച 2,25,000 രൂപയുടെ കാര്യവും ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ട. റേഷന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയുന്നതുണ്ട്. ഇതാ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കേട്ട് നോക്കി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാജൻ ആ ഒരു ചാനലില് മറുനാടൻ മലയാളിയിൽ അത് കറക്റ്റായിട്ട് പറയുന്നത് നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ പിന്നീട് അവരുടെ റേഷൻ കട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഗൗരവമായിരുന്നു. എന്താണ് ഈ ആരോപണത്തിന്? ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽ സാറ് നമ്മുടെ ഈ സെൻറ്റർ ഒരു ദിവസം സന്ദർശിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പം ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടുന്ന് ആഹാരം ഈ സെൻറ്ററിൻ്റെ വകയായി കൊടുക്കുന്നു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ സെൻറ്ററിൻ്റെ വകയായിട്ട് കൊടുക്കണ്ട, സംസ്ഥാന ഗവൺമെൻറ്റിന് അതിന് വകുപ്പുണ്ടല്ലോ. നിങ്ങൾക്ക് റേഷനരി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ആഹാരത്തിനുള്ള റേഷനരി സർക്കാർ വിഹിതമായിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള അർഹതയുണ്ടെന്ന് പറയുകയും ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അപേക്ഷ അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ സെൻറ്ററിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി റേഷൻ വിഹിതം നമുക്ക് ഗവൺമെൻറ് അനുവദിച്ച് തരികയും ബഹുമാനപ്പെട്ട ഭക്ഷ്യവകുപ്പ് മന്ത്രി തന്നെ ഇവിടെ വന്ന് അതിൻ്റെ പെർമിറ്റ് ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ അദ്ദേഹമാണ് നൽകിയത്. ഞാൻ പറയുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ മാനനഷ്ടത്തിന് ഇവർക്കെതിരെ എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കണം. എന്താ പറഞ്ഞാൽ ഇങ്ങനെ
ഒരാളെ അവഹേളിച്ചുകൊണ്ട് ഇവരെ യൂട്യൂബ് ചാനൽ വളർത്താൻ നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപഹാസ്യമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇവന്മാരൊക്കെ എന്താണ് ധരിച്ചു വെച്ചിരിക്കുന്നത്? ഇവിടുത്തെ നിയമം അറിയായിട്ടാണ് ഇവന്മാരൊക്കെ ഇതേമാതിരി ഉള്ള കാര്യങ്ങൾ ഇതാക്കുന്നത്. ഒരു കാറിൽ കുത്തിരിഞ്ഞിട്ട് തെളിവുണ്ട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും പുറത്തിട്ടിട്ട് കാര്യമില്ല. അതേമാതിരി തന്നെ മറ്റുള്ള അദ്ദേഹമൊക്കെ ഒരുപാട് ജംഗ്ഷൻ ഹൈജാക്ക് എന്ന് പറഞ്ഞ ആ ചാനലിലൊക്കെ ഒരുപാട് ആൾക്കാരെന്താക്കി തരംതാഴ്ത്തിയിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും വെച്ച് പൊറപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അദ്ദേഹം പറയുന്നത് എന്താ, മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് ഒരുപാട് പണം വാങ്ങുന്നുണ്ട്. മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിട്ട് അദ്ദേഹം പണം വാങ്ങിക്കോട്ടെ. അങ്ങനെ എത്ര പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. ടൗണിലൊക്കെ ഒരുപാട് പരിപാടികൾ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വെച്ചിട്ടാണ്, ഓരോ പൈസ വെച്ചിട്ടാണ്, ഓരോരുത്തരോട് വാങ്ങിയിട്ടാണ് ആ മോട്ടിവേഷൻ ക്ലാസ് നടത്തുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വരുമാനം അദ്ദേഹം ക്ലിസ്റ്റർ ക്ലാരിറ്റി ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളോട് ഏവരോട് വേണമെങ്കിൽ ഇതാ സ്ഥാപനത്തിൽ വന്നോ, സ്ഥാപനത്തിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോ. അപ്പൊ അത്രയും രീതിയിൽ അദ്ദേഹം വെല്ലുവിളിച്ചിട്ട് ഇവന്മാരെന്താണ് ഇത് നിർത്താൻ അവര് തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ട് പറഞ്ഞിട്ട് അവര് പോട്ടെ, അവരവിടെ തെളിവുകൾ കാര്യങ്ങൾ അമ്മമാരുടെ അവിടെയുള്ള അമ്മമാരെ അവർ കാണട്ടെ, അമ്മമാരെയും വിദ്യാർത്ഥികളെയും കാണട്ടെ. അവിടെ ലക്ഷങ്ങൾ സമ്പാദ്യം വാങ്ങുന്ന ആൾക്കാരുണ്ട് എന്നാ പറയുന്നത്. ഇതൊന്ന് കണ്ടു നോക്കി നിങ്ങൾ. അങ്ങനെ സാലറി കിട്ടും. അതുപോലെ ഷോയ്ക്ക് ഇവിടെ വരുമ്പോ മാസം അവന് സാലറി കിട്ടുന്നുണ്ട്. കോവിഡിന് മുടങ്ങിയില്ല. കോവിഡിന് സാർ മാസം അക്കൗണ്ടിൽ വരുമായിരുന്നു. അതേപോലെ മാസം കിറ്റ് വീട്ടിലെത്തിക്കുമായിരുന്നു. ഇവിടെ ഏകദേശം എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? ഇവനിപ്പോ 9 ലക്ഷം വരെ സാലറി അവൻ വാങ്ങിച്ചിട്ടുണ്ട്. 9 ലക്ഷം. എത്ര കാലമായി? അങ്ങനെ അവര് പറയുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, ലക്ഷങ്ങള് സാലറി വാങ്ങിയ ഇങ്ങനെ ഒരു എന്താ പറയാ അംഗവൈകല്യം സാധിച്ച ആൾക്കാർ. ഞാൻ ഇന്നലത്തെ ആ വീഡിയോയിൽ പറഞ്ഞു, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അതെന്ന് പറഞ്ഞാൽ ഞാനും അത് നേരിട്ട് കണ്ടിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് കാരണം ഒരു പൈസ പോലും അവർ കിട്ടുന്നില്ല. എന്താണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു തുച്ഛമായ വരുമാനത്തിന്റെ പേരിലാണ് ആ കുട്ടീനൊക്കെ നോക്കുന്നത് അവിടെ. അത് ഇപ്പോൾ കുട്ടി മരിച്ചു പോയിട്ടോ മരണപ്പെട്ടു പോയി. അപ്പം അങ്ങനത്തെ ഓരോ കാര്യങ്ങളുള്ളവരും ഇവന്മാർക്ക് ആർക്കും നടത്താൻ പറ്റാത്ത, നമുക്കൊന്നും ഒരിക്കലും സാധിക്കില്ല അങ്ങനത്തെ കുട്ടികളെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവരുന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനൊന്നും സാധിക്കില്ല. അന്നേരം എത്രയും നല്ല രീതിയിൽ അത്രയും ഫെസിലിറ്റിയോടെ അവരെ നോക്കുന്നേരം അതിനെ തളർത്താനും അതിനെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഈ ഒരു പ്രവണത നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് തീർത്തും അപലപനീയമാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ ശക്തമായി നിങ്ങൾ രേഖപ്പെടുത്തണം. അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ മുന്നോട്ട് വളർന്നു വരുന്ന ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നെഗറ്റീവുകളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്, ജനങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളതായി രണ്ടാളതായി കുറച്ച് ആൾക്കാരിതായാലും അവരുടെ വരുമാനം നിലച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ലോബിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ യൂട്യൂബേഴ്സും ഇവരെ ഈ മുതുകാടിനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. എത്ര ചാനലുകളാണുള്ളത്, എത്ര ചാനലുകളാണ്. എല്ലാ ചാനലും നോക്കിയിട്ടുണ്ടെങ്കിലും മുതുകാടിന്റെ മേലേക്ക് കൂടിയാണ് വരുന്നത്. അന്നേരം ഇങ്ങനൊരു എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപലപിക്കേണ്ട ഒരു കാര്യത്തിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, സാധാരണക്കാരായ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സാധിക്കുക? അതെന്താ പറഞ്ഞാൽ എന്തും യൂട്യൂബുകാർക്ക് യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ എന്തും നടത്താമെന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്കാണ് മാറുന്നത്. അതെന്താ പറഞ്ഞാൽ അത്രയും നല്ലൊരു ബൃഹത് സ്ഥാപനത്തെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന ഈ ഒരു പ്രവണതയെ നമുക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. അതെന്താ പറഞ്ഞാൽ അതിൻ്റെ ക്ലിസ്റ്റർ ക്ലാരിറ്റി ആയിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ വന്നു നോക്കൂ, എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ ഞാൻ ഇന്നേക്ക് രാമാണ് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു പറയുന്നുണ്ട്. ആർക്കും ആ ഒരു തെളിവ് കാണിച്ചിട്ടോ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ട് നേരിടാൻ പറ്റാതെ വെറുതെ ഇരുന്നിങ്ങനെ ദിവസം എന്ന് പറഞ്ഞ മാതിരി അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ചാനലിൽ വീഡിയോ ഇട്ടതുകൊണ്ട് നമുക്ക് യാതൊരു രീതിയിലുള്ള അതൊരു സത്യസന്ധമായിട്ടുള്ള രീതിയാണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ഇവര് ഓരോ ദിവസവും ഓരോരോ ഇത് വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞിരുന്നത്
ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ട് ഇതിലും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ഈ രാഷ്ട്രീയപരമായിട്ട് പല ഇതും ഇവിടെ പുറത്തുവിടുന്നുണ്ട്. അതിനേം കാട്ടും ചീഞ്ഞ ഒരു പരിപാടിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് അപലപിച്ചേ പറ്റൂ. ഈ ഒരു പ്രവണത നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു 3-4 കുട്ടികളെ നോക്കണം. അങ്ങനെ നോക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാരായിരിക്കണം. അതിനൊന്നും പറ്റാതെ ഇവന്മാര് ഇത്രയും നല്ല രീതിയിൽ ഹൈ ക്വാളിറ്റിയിൽ നടത്തുന്ന ഈ ഒരു പദ്ധതിയെ, ഈ ഒരു അംഗവൈകല്യപ്പെട്ട കുടുംബത്തിനും മറ്റുള്ള ആൾക്കാർ ഹാപ്പിനെസ് ആയിട്ട് പോകുന്ന ഒരു സംരംഭത്തെ തകർക്കാൻ, തച്ചുടയ്ക്കാനും ശ്രമിക്കുന്ന ഈ ഒരു പ്രവണത നമുക്ക് ഒരിക്കലും വെച്ച് പുലർത്താൻ പറ്റില്ല. ഇതിനെതിരെ അപലപിച്ചേ പറ്റൂ. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം എൻ്റെ ജീവിതം ആദ്യം ഞാൻ പറയാം. കാരണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെറിയ നാൾ മുതൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ച് കിടന്ന ഒരു വളരെ താഴ്ന്ന കുടുംബത്തിലുള്ള ഒരു അംഗമായിരുന്നു ഞാൻ. 7 മക്കളുള്ള ഒരു കുടുംബത്തിലെ 4ാമത്തെ വ്യക്തിയാണ് ഞാൻ. അത്രയ്ക്കും ദുരിതം അനുഭവിച്ചു. ഒടുവിൽ വിവാഹം കഴിഞ്ഞു. മോൻ്റെ ജനനത്തോടെ ആ ദുഃഖം കൂടിയിട്ടേ ഉള്ളൂ. അത്രയും അനുഭവിച്ച് മരണം എന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ആ ഒരു ചിന്തയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. കാരണം മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല, അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങളില്ല, ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള വഴികളില്ല. അങ്ങനെ നിന്ന സമയത്ത് അപ്രതീക്ഷിതമായി സാറിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുകയും വന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഉറപ്പില്ലായിരുന്നു. ഒടുവിൽ ഇവിടെ നിന്ന് പോയിട്ട് യൂട്യൂബിൽ സാറിൻ്റെ വാർത്തകളും സാറിൻ്റെ ഓരോരോ കാര്യങ്ങൾ സാറ് സംസാരിക്കുന്ന എല്ലാം നമ്മൾ കേട്ട് ഒരു ദിവസം എന്തോ ഞാൻ ഉച്ച സമയത്ത് പോലെ അടുക്കളയെല്ലാം ജോലി കഴിഞ്ഞിട്ട് വന്നിരിക്കുമ്പോൾ സാറിൻ്റെ ഒരു വാർത്ത ഞാൻ വായിച്ചിട്ട് കിട്ടിയ ഒരു പ്രചോദനമാണ് എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. ഇല്ലെങ്കിൽ അന്ന് എൻ്റെ ജീവനും ഈ കുട്ടിയുടെ ജീവനും അവിടെ പൊലിയുമായിരുന്നു. അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. സാറിൻ്റെ വാക്കുകൾ ഇന്ന് എനിക്ക് എത്രത്തോളം പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ധൈര്യമാണ്. ഇന്ന് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു ധൈര്യമാണ് എനിക്കുള്ളത്. സാറ് പറഞ്ഞ ഓരോ വാക്കുകളും, ബി പോസിറ്റീവ് എന്ന വാക്ക് എൻ്റെ മോൻ എപ്പോഴും പറയുന്നതാണ്. എന്ത് പറയുമ്പോഴത്തേക്കും എൻ്റെ കണ്ണ് നിറഞ്ഞ പറയും, വേണ്ടമ്മ ബി പോസിറ്റീവ്, സാറ് പറയുന്ന അതാ. ആ ഒരൊറ്റ വാക്കിൻ്റെ പുറത്ത് ഇന്ന് ജീവിക്കുന്ന ഒരു അമ്മയാണ് ഞാൻ. എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമില്ല, ഈ വിവാദങ്ങളൊന്നും തന്നെ ഒരിക്കലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഒരു ഉദാഹരണമായിട്ട് ഒരു റോസാച്ചെടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ റോസാച്ചെടിയിലുണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോവും. പക്ഷേ ആ ചെടിക്ക് വെള്ളവും വളവും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടി അതുപോലെ നിൽക്കും, നിറയെ പൂക്കൾ ഉണ്ടാവും നന്നായിട്ട്. ആ ചെടിയും വെള്ളവുമാണ് ഞങ്ങൾ മക്കളും കുട്ടികളും സാറിന് ഇന്ന് നമ്മൾ നൽകുന്നത്. എൻ്റെ പേര് ഷീന എന്നാണ്. അലനെസ്. ഇവൻ പാട്ട് ചെറുതായിട്ട് പാടത്തുള്ളൂ. പക്ഷേ അവൻ ഏറ്റവും ഇഷ്ടം ചെണ്ട കൊട്ടാനും മറ്റുമായിരുന്നു. അതിൽ ഞങ്ങൾക്ക് യാതൊരിതും അവന് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ ഇന്ന് എൻ്റെ മോൻ ഇവിടെ ഇത്രയും വലിയൊരു സ്റ്റേജിൽ കൊട്ടിയ ചെണ്ടയും അതുപോലെ കീബോർഡിൻ്റെ വായനയൊക്കെ കണ്ട് ഞാൻ തന്നെ കണ്ണ് നിറഞ്ഞു പോയി സാറേ. കാരണം അത്രയും വലിയ സ്റ്റേജിൽ ഒരു ഉപകരണം പോലും കൈകൊണ്ട് തൊടാത്തൊരു കുട്ടി ഇവിടെ വന്ന് ഈ 1 വർഷം തികയും മുമ്പ് ഇത്രയും ഭംഗിയായിട്ട് ഇതൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയത്തില്ല. കാരണം ഒരിടത്തും കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇത്രയും പഠിപ്പിച്ചെടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് ജീവിതം പോലും എന്താണെന്ന് അറിയാതെ കൊണ്ടുവന്ന ഈ മകൻ ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിലുമാണ്. ഞാനും സന്തോഷവതിയാണ്. കാരണം ഇന്ന് കേട്ടില്ലേ നിങ്ങൾ ആ അമ്മ പറയുന്നത്? ആ അമ്മയെ പോലുള്ള അമ്മമാരുടെ സന്തോഷം നശിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഇതേപോലെ എത്ര അമ്മമാരുണ്ടാവും അവിടെ, പാവം പിടിച്ച അമ്മമാർ. അവരുടെ ശാപമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ പോകുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് കാരണം അവരുടെ കണ്ണുനീരിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ദാഹിക്കുന്നതെങ്കിൽ, അതാണ് അത്രയും സന്തോഷത്തോടെയും അവരുടെ കുട്ടികളെയും കൊണ്ട് അവിടെ ആ സ്ഥാപനത്തിലേക്ക് പോകുന്നത്. അപ്പം അമേരിക്കയിലോ ഉള്ള ഏതോ ഒരു സ്ത്രീ പോയിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അവരൊക്കെ ചിലപ്പോൾ ലക്ഷാധിപതികളും ഒരുപാട് പണമുള്ളവരായിരിക്കും. ഇത്രയും പാവപ്പെട്ട ആൾക്കാർ, അവർക്ക് അവിടുന്ന് എന്തോ കാര്യങ്ങൾ കിട്ടാത്തത് കാരണമായിരിക്കാം അവരങ്ങനെ ഒരു ആരോപണം നടത്തി അതിനെ താഴ്ത്താൻ ശ്രമിക്കുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതേപോലുള്ള അമ്മമാരുടെ കണ്ണീര് വീഴ്ത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അപലപനീയം തന്നെ അല്ലേ? അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. റൈറ്റ് വിഷൻ്റെ ഈ ചാനലിൻ്റെ ഈ വീഡിയോ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ
കമൻറ്റുകൾ ഇതിൽ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനലിൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ദൂഷിക്കപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്നും ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.